18 വയസ്സ് വരെ അവിടെ പോകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ സൗജന്യമാണ്, അവർക്ക് സൗജന്യ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും, പല സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പബ്ലിക് ഹെൽത്ത് കെയറും അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീയും അല്ലെങ്കിൽ എന്താ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ടുള്ളതോ ഈ കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും മെജോറിറ്റി എല്ലാന്ന് പറയില്ല, മെജോറിറ്റി സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 5000 സ്വീഡിഷ് ക്രോണ അവർക്ക് കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. മെയിനായിട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഫണ്ടിങ് ധാരാളം വരുന്നത്. IT മേഖലകൾക്ക് വളരെ നല്ലതാണ്. എല്ലാവർക്കും വേണ്ടത് യങ് ആയിട്ടുള്ള സ്കിൽഡ് വർക്ക് ഫോഴ്സിനെയാണ്. അപ്പോൾ ഒരിക്കലും ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രായം എത്ര കൂടിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ പെട്ടെന്ന് PR കിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു ഗ്ലോബൽ ഇൻസൈറ്റ്സ് വിത്ത് മാസ്റ്റർ കൺസൾട്ടന്റ്. വിന്റർ ആയി കഴിഞ്ഞാൽ മഞ്ഞ് പുതച്ച മനോഹരിയായ ഒരു രാജ്യം. പക്ഷെ ഈ കാലത്ത് ഉച്ചയായാൽ തന്നെ രാത്രി പോലെ തോന്നും. ഉച്ചക്കിരുട്ടായാൽ എന്താ, വ്യവസായത്തിലോ വികസനത്തിലോ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് UK-യും കാനഡയും പോലെ ഒരു ഫേവറിറ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, സ്കാൻഡിനേവിയൻ രാജ്യമായ സ്വീഡനാണ്. അപ്പോൾ സ്വീഡനിലെ സാധ്യതകൾ, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സ്വീഡൻ ഒരു ഇഷ്ട ഇടമായി മാറുന്നത്, എല്ലാം പറഞ്ഞു തരും ദിലീപ് രാധാകൃഷ്ണൻ. വെൽക്കം. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്വീഡൻ എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും അധികം ജനസാന്ദ്രതയില്ല. സ്വീഡിഷ് എക്കോണമി നമുക്ക് ഏറെ അറിയാവുന്നതാണ്. ഒരുപാട് കമ്പനികളുണ്ട്. വോൾവോ ഉണ്ട്, ഐക്കിയ ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, H&M ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികളൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം തൊഴിൽ സാധ്യതകൾ ഉണ്ടാവാം, പുതിയ പുതിയ ടെക്നോളജികൾ ഇവർ കൊണ്ടുവരും. എന്തൊക്കെ സാധ്യതകളാണ് പൊതുവെ സ്വീഡനിലുള്ളത്? സ്വീഡനിൽ മെയിനായിട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഫണ്ടിങ് ധാരാളം വരുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ പ്രസൻസ് ഉണ്ട് അവിടെ. IT മേഖലകൾക്ക് വളരെ നല്ലതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാംസിനും അത്യാവശ്യം നല്ലോണം റിസർച്ച് നടക്കുന്നത്. സസ്റ്റൈനബിലിറ്റി പോലത്തെ മേഖലകൾക്ക് നല്ലോണം വരുന്നുണ്ട്. റിലേറ്റീവ്ലി കുറവുള്ള ഒരു ഫീൽഡാണ് സിവിൽ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയാവുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഗ്രീൻ ബിൽഡിങ്സ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പോലത്തെ മേഖലകളാണെങ്കിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്. കാരണം ഡിസൈൻ വർക്കുകൾ ധാരാളം ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്വീഡൻ എന്ന് പറയുന്നത്. അത്തരം ഫീൽഡുകൾക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു ഏരിയ തന്നെയാണ്. പവർ എഞ്ചിനീയേഴ്സ്, അതായത് വിൻഡ് എനർജിക്ക് ഒരു വളരെ പേരുകേട്ട സ്ഥലങ്ങളാണ് സ്കാൻഡിനേവിയ എന്ന് പറയുന്നത്. അപ്പോൾ പവർ എഞ്ചിനീയേഴ്സ്, ഗ്രിഡുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ റിസർച്ച് വർക്കുകളും അല്ലാതെയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡുകളും നല്ല സ്കോപ്പ് ഉണ്ട്. ഇനി ഞാൻ കേട്ടിട്ടുള്ള സ്വീഡനെ കുറിച്ച് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ UK-യും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു ഫേവറിറ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്വീഡൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാരണങ്ങൾ വന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് അൺലിമിറ്റഡ് പാർട്ട് ടൈം, എത്ര സമയം വേണമെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാം. പാർട്ട് ടൈം ആണെന്ന് പറയുമെങ്കിലും അത് ഏകദേശം ഫുൾ ടൈം. പിന്നെ ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് ഫുൾ ടൈം ആക്കാനുള്ള ഒരു ഓപ്ഷൻ ചിലയിടത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ആ പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വന്ന് ആ പഠനം നടത്താനും സ്വീഡൻ അനുവദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വീഡിഷ് യൂണിവേഴ്സിറ്റിയിൽ മൊത്തത്തിലൊരു ഫ്ലെക്സിബിൾ ആൻഡ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഫസ്റ്റ് തിങ്, നമ്മുടെ പാർട്ട് ടൈം എന്നുള്ള ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കോഴ്സ് ബ്രേക്കിൻ്റെ കാര്യമാണ്. ഞാൻ ഒരിക്കലും പറയുന്നൊരു കാര്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ നമുക്ക് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നത്. ഒരു കാലത്തും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലും അല്ല നേരിട്ട് സംസാരിക്കണം പറയുന്നത് ഒരിക്കലും ഇത് പ്ലാൻ ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം വിൻ്റർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എക്സ്ട്രീം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഔട്ട്ഡോർ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി, നമ്മുടെ KTH യൂണിവേഴ്സിറ്റി, ഉപ്സാല യൂണിവേഴ്സിറ്റി, സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റി, എന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇവിടെയൊക്കെ തന്നെ. ലിങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റി, ഷാൽമസ് യൂണിവേഴ്സിറ്റി, ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റുട്ടീൻ ടൈറ്ററായി വരും. 8 മണിക്കൂർ ജോലി ചെയ്ത് ഒരു 6-7 മണിക്കൂർ കിടന്ന് ഉറങ്ങി, ഒരു 3 മണിക്കൂർ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നമ്മുടെ അസൈൻമെൻറ്റ്സിന് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ ശേഷം തീരാറായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഫുൾ ടൈം ചെയ്യുന്നത്? അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് PR-നൊക്കെ പോകുമ്പോൾ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ എഡ്യൂക്കേഷൻ കിട്ടിയ വ്യക്തിയാണോ എന്നത് നമ്മുടെ പോയിൻ്റിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ജോലിക്ക് മാറും, അത് കഴിഞ്ഞ് PR-ന് എത്താൻ നേരത്താണ് ഇതൊക്കെ പ്രശ്നമായിട്ട് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ മാർക്കൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ പിന്നീട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പോയത് എപ്പോഴും ഞാൻ പറയാം, അവിടുത്തെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത് ഫസ്റ്റ് പ്രയോറിറ്റി. ജീവിത ചെലവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവേഴ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുക. അൺലിമിറ്റഡ് കിട്ടിയാലും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ മാത്രം പ്ലാൻ ചെയ്യാം. കമ്മിങ് ടു സെക്കൻഡ് പോയിന്റ്, കോഴ്സ് ബ്രേക്ക്. അത് എല്ലാ സ്ഥലങ്ങളും കൊടുക്കുന്നുണ്ട്, US അടക്കം. അതായത് നമ്മുടെ നാട്ടിലാണ് 30 വയസ്സ് കഴിഞ്ഞാൽ പോലും പാരൻസിൻ്റെ ഒപ്പം ജീവിക്കുന്നത്.
10-18 വയസ്സായി പിള്ളേർ മുഴുവൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടാണ് അധ്വാനിച്ച് ജീവിക്കുന്നത്. അവർ ഏൺ ചെയ്യുന്ന നേരത്ത് അവർ ഇതിനുള്ള പൈസ ഗെയിൻ ചെയ്യാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ അവരുടെ ജോലിയും പഠിപ്പും കൂടെ മാച്ചായി പോവാതിരിക്കുക, പല കാരണങ്ങൾ കൊണ്ട് ഇവർ ബ്രേക്ക് എടുക്കാം. അപ്പോൾ ആ ബ്രേക്കിനെ അവർ അങ്ങനെ തന്നെ കാണുന്നില്ല. അതിനാണ് കോഴ്സ് ബ്രേക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആക്സെപ്റ്റബിൾ നോട്ട് ഓൺലി ഇൻ സ്വീഡൻ, മറ്റ് ഒരുപാട് സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ പല രാജ്യങ്ങളെ നോക്കുമ്പം അവരുടെ ഇമിഗ്രേഷൻ റൂൾസിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ കാനഡ, ഓസ്ട്രേലിയ ഒക്കെ പോകുമ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനുള്ള ഒരു ചാൻസ്, ഈവൻ നമ്മൾ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ പോലും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ ആ പോയിന്റ്സ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. പക്ഷേ സ്വീഡൻ ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി രാജ്യമാണെന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. ഈവൻ ഒരു 40കളിലുള്ള ഒരാൾക്ക് പോലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ സ്വീഡനിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ ഈ 40കളിലുള്ള ഒരു വ്യക്തി സ്വീഡനിൽ പോയി ഒരു കോഴ്സ് പഠിച്ച് അവിടെ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് പ്രായോഗികമാണോ? ഒരു രാജ്യത്തിനും ഒരു ഏജിങ് പോപ്പുലേഷനെ വേണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ ഒരു യങ് നേഷൻ ആയതുകൊണ്ടാണ്, ആവറേജ് ഏജ് ഓഫ് നേഷൻ വളരെ ചെറുതായതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ അഡ്വാൻറ്റേജ്. ഓസ്ട്രേലിയ പുതിയ നിയമം കൊണ്ടുവന്നില്ലേ, 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് യങ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെയാണ്. അപ്പോൾ ഒരിക്കലും ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രായം എത്ര കൂടിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ പെട്ടെന്ന് PR കിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. റൂൾസ് എല്ലാം ദാറ്റ് റിമെയിൻസ് ദ സെയിം. നമ്മുടെ ഒരു പെർട്ടിക്കുലർ, ഞാൻ പറഞ്ഞല്ലോ, PR ഫ്രണ്ട്ലി ആവുക എന്ന് പറയുന്നത് ഓരോ പ്രൊഫൈലിന് ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ ഏജ്, അയാളുടെ എഡ്യൂക്കേഷൻ, അവിടുത്തെ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ആളാണോ, ഇയാൾ ജോലി ചെയ്യുന്നത് ഷോർട്ടേജ് സ്കില്ലിൽ പെട്ടിട്ടുള്ള പ്രൊഫഷനിൽ പെട്ടിട്ടുള്ള ആണോ, എത്രയാണ് ഇയാൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, റിലേറ്റഡ് ഫീൽഡിലാണോ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് പഠിച്ചിട്ടുള്ളതും സെയിം ആയിട്ടുള്ളതാണോ, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ദിലീപ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു മാർക്ക് നമുക്ക് ലഭിക്കും. ആ മാർക്ക് താഴ്ത്തി വെക്കുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ PR ഫ്രണ്ട്ലി ആയി എന്ന് പറയുന്ന രാജ്യം. അതിലൊരു 15 ക്രൈറ്റീരിയ ഫോർ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതിൽ 5 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ PR-ലേക്ക് എലിജിബിലിറ്റി നേടുന്ന അവസ്ഥയാണ് PR ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു 10 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ പോലും നമുക്ക് PR എലിജിബിലിറ്റി കിട്ടാത്ത അവസ്ഥയാണ് PR ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത്. അപ്പോൾ PR ഫ്രണ്ട്ലി ആയതുകൊണ്ട് പോയിന്റ് താഴ്ന്നിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. പക്ഷേ ദ ഫാക്ട് റിമെയിൻസ്, ഏജിങ് പോപ്പുലേഷനെ ഒരു രാജ്യവും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇനി സ്വീഡനിലും നമ്മൾ ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലും പറയുന്നത് പോലെ ഭാഷയുടെ ഒരു പ്രശ്നം, സ്വീഡിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. IT ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും സ്വീഡിഷ് ലാംഗ്വേജ് അടിസ്ഥാനപരമായെങ്കിലും അറിയാത്തവർക്ക് സാധ്യതകൾ കുറവാണ്. അങ്ങനെയുള്ളവർ പഠിക്കാൻ പോയാലും അവർക്കൊരു പാർട്ട് ടൈം ജോലിക്ക് പോലും ചില തടസ്സങ്ങൾ നേരിടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഇതൊരു വ്യക്തിഗതമാണ്. ചില ആൾക്കാർ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കും, ചില ആൾക്കാർക്ക് സ്റ്റിഫറായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്. ഞാൻ എൻ്റെ ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു ലേഡിയെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഇവിടുന്ന് MA ഇംഗ്ലീഷ് കഴിഞ്ഞ് പോയ ലേഡിയാണ്. യൂട്യൂബിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്, ഞാൻ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അവരവിടെ എത്തി, ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നതാണ്. അവരവിടെ ഡിപ്പെൻഡ് വിസയിൽ പോയി 1.5 വർഷം ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് സ്വീഡിഷ് ഭാഷ പഠിച്ച് ഇപ്പോൾ സ്വീഡിഷ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളതിനെ എല്ലാത്തിനെയും ഒരു ഹേർഡിലായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് എല്ലാത്തിനെയും പെട്ടെന്ന് നടക്കണം, അതായത് പെട്ടെന്ന് പോകണം, പെട്ടെന്ന് ജോലിയാവണം, പെട്ടെന്ന് ഉയർന്ന സാലറി കിട്ടണം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകണം, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കംഫർട്ട് സോണിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ കാനഡയിലോ UK-യിലോ ഉള്ള പ്രശ്നങ്ങൾ സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയാണ് 3 ക്രൈറ്റീരിയകൾ: അക്കാഡമിക്സ്, ഫൈനാൻസ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നിങ്ങൾക്ക് 50% മാർക്ക് മതി. നിങ്ങൾക്ക് പഠിക്കാൻ ആകെ ഒരു 8-10 ലക്ഷം രൂപ മൊത്തം ചിലവ് വരുള്ളൂ. നിങ്ങൾക്ക് IELTS വേണ്ട, ഒന്നും വേണ്ട, മീഡിയം ഓഫ് ഇംഗ്ലീഷ് ലെറ്റർ മാത്രം മതി. ഇങ്ങനെ എൻട്രി റിക്വയർമെൻറ്റ് എത്രമാത്രം താഴ്ന്നിരിക്കുന്നോ അത്രമാത്രം അവിടേക്ക് പിള്ളേർ ഒഴുകും. പിള്ളേർ ഒഴുകി എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് അവിടുത്തെ പാർട്ട് ടൈമിന് ബുദ്ധിമുട്ട് വരും, അവിടെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ എൻട്രി റിക്വയർമെൻറ്റ് ഏറ്റവും കുറവുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കും. എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത്, സാർ 50% മാർക്കുള്ള എങ്ങനെ പോകാൻ പറ്റും? സാർ എനിക്ക് 5 ലക്ഷം രൂപയിൽ പോകാൻ പറ്റണം. സാർ IELTS ഇല്ലാണ്ട് എവിടേക്ക് പോകാൻ പറ്റും? ഞാൻ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ 80-90% മാർക്കുകൾ പിള്ളേർ ചോദിക്കും IELTS ഇല്ലാതെ പോകണത്. ഞാൻ പറയും, ഇത്രയും മാർക്ക് മേടിച്ച ആൾക്കാരല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഒഴുകണ സ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾ ആരായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഒരു നിങ്ങൾ ശരിക്കുള്ള ഒരു ഫുൾ ടൈം ജോലിക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇതൊന്നും പ്രശ്നമാവില്ല ഒരു പക്ഷേ. കാരണം നിങ്ങൾ 90% മാർക്കുള്ള ഒരു മിടുക്കിയാണ്, മറ്റേ ചിലപ്പോൾ 50% മാർക്കുള്ള ഒരാളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ പാർട്ട് ടൈം നിങ്ങൾ പഠിക്കുന്ന 2 വർഷം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പൈസ ചെലവേണ്ടി വരും? അപ്പോൾ പാർട്ട് ടൈമിനും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എൻട്രി റിക്വയർമെൻറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഓപ്റ്റ് ചെയ്യരുത്. എൻട്രി റിക്വയർമെൻറ്റ് കൂടിയ സ്ഥലങ്ങൾ എത്രമാത്രം നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതാണ് അതിന് വേണ്ട ഒരു ക്രക്സ്. അപ്പോൾ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഭാഷാ പ്രശ്നം എന്നൊക്കെ പറയുന്നത് മാനേജിങ് ജോലികൾക്ക് പോകുമ്പോൾ വരുന്നൊരു കാര്യമാണ്.
അതൊരിക്കലും ടെക്നിക്കൽ പ്രോഗ്രാംസിനും റിസർച്ച് മേഖലയിലൊന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന വിന്റർ ആയി കഴിഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്വീഡൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാനും ടി വിയിൽ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ആ സമയം ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാകും എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ഡിപ്രസിങ് മൂഡായിരിക്കും അന്നേരം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മാനസികാവസ്ഥയെ ആ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ കാലാവസ്ഥ മോശമാണോ? ഒന്നാമത്തെ കാര്യം, അവർ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവർ ഇൻഡോർ ഗെയിമുകളും ഇൻഡോർ ആക്ടിവിറ്റികളിലേക്ക് പങ്കെടുക്കും കൂടുതലായിട്ട്. പിന്നെ വിറ്റമിൻ ഡിയുടെ അളവ് കുറയും, സൂര്യപ്രകാശം കുറയുമ്പോൾ അത് ഡിപ്രഷനും മൂഡ് സ്വിങ്സ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് ഒരു റുട്ടീൻ പ്രോസസ്സാണ്. പിന്നെ അതിന് നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കിഷ്ടമാണ്, ആസ് സച്ച് എനിക്ക് വിൻ്റർ ഇഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തണുപ്പിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന ഒരു പക്ഷേ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓഫീസിൽ പോകുമ്പോൾ വീട്ടിൽ ഹീറ്റർ ഉണ്ടായിരിക്കും, കാറിനുള്ളിൽ ഹീറ്റർ ഉണ്ടായിരിക്കും, നിങ്ങൾ ഓഫീസിൽ ഹീറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾ പർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ നാട് കാണാൻ ഇറങ്ങുന്ന കുറച്ച് നേരങ്ങളാണ് നിങ്ങൾ അതിന് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പോൾ നമ്മളെ ഒന്ന് ഭയങ്കരമായിട്ട് ആ കാഴ്ചയ്ക്കപ്പുറം അതിൻ്റെ കാഠിന്യമൊന്നും നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരില്ല ഒരുവിധം ജോലിയിൽ കയറി സെറ്റിലായി ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വെൽഫെയർ സ്റ്റേറ്റ്സ് ആണ്, ആളുകളുടെ ക്ഷേമത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 18 വയസ്സ് വരെ അവിടെ പോകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ്, അവർക്ക് സൗജന്യ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും, പല സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ സെക്ടറിൽ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോവിഡിൻ്റെ സമയത്ത് സ്വീഡിഷ് സർക്കാർ ചെയ്ത ഒരു കാര്യം എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളിലും വന്നതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 5000 സ്വീഡിഷ് ക്രോണ അവർക്ക് കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ജനങ്ങളുടെ ഒരു ക്ഷേമത്തിൽ അത്രയധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനായി നടപടികൾ എടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ സ്വീഡൻ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ അല്ലെങ്കിൽ നോർഡിക് രാജ്യങ്ങൾ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് അടക്കം പറയുന്നത് അവിടെയൊക്കെ പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആണ്. ഞാൻ പറഞ്ഞു, ഡെൻമാർക്കിൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഓൾമോസ്റ്റ് $70,000 അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആൾക്കാർ കുറവാണ്, GDP കുറവാണ്, അതുകൊണ്ട് വെൽത്ത് ഉണ്ട് രാജ്യത്തിന്. ഒരു രാജ്യത്തിന് വെൽത്ത് ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് സിറ്റിസൻസിന് ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുന്നത്. ആ അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പബ്ലിക് ഹെൽത്ത് കെയറും അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീയും അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ടുള്ളതോ ഈ കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാന്ന് പറയില്ല, മെജോറിറ്റി സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. സ്വീഡൻ്റെ പ്രയോറിറ്റി കിട്ടാൻ കാരണം പലപ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ രാജ്യങ്ങൾ കഴിവതും പിള്ളേർ വന്ന് നശിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ട്. ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ ഈ പറഞ്ഞ സ്ഥലങ്ങളുടെയൊക്കെ ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ജാനുവരി ഫെബ്രുവരിക്ക് ആകുമ്പോഴേക്കും തീരും. ഫിൻലാൻഡ് ആണെങ്കിൽ ജാനുവരിയിൽ തീരും, നോർവേക്കാണെങ്കിൽ ഡിസംബറിൽ തീരും, അതായത് അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജൂലൈയിൽ പാസ് ഔട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏപ്രിലിൽ പാസ് ഔട്ടായി ജൂലൈ ഓഗസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അവന് ഒരിക്കലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ ഒരു വർഷം കളഞ്ഞ് ഡെഡിക്കേറ്റഡ് ആയിരുന്ന എനിക്ക് അവിടെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഭാഗം ഫിൽട്ടർ ചെയ്ത് പോയി. പിന്നെ ഈ പറഞ്ഞ UK-യിലും കാനഡയിലും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടണമെങ്കിൽ മെജോറിറ്റി സ്ഥലങ്ങളിലല്ലേ അവിടുത്തെ കോസ്റ്റ് വളരെ ഹൈ ആണ് ഇൻ കമ്പാരിസൺ വിത്ത് സ്കാൻഡിനേവിയ. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാന്നുള്ള അഡ്വാൻറ്റേജും അവിടുത്തെ അത്രയും കോസ്റ്റ് നമുക്ക് ഇവിടെ വരില്ല എന്നുള്ളതും, അവിടുത്തെ പോലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വന്ന് പാർട്ട് ടൈം ജോലി, വലിയൊരു ക്രൗഡ് വന്ന് പാർട്ട് ടൈം ജോലിക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ടുമാണ് സ്കാൻഡിനേവിയക്ക് പ്രോമിനൻസ്. അതിൽ തന്നെ റിലേറ്റീവ്ലി ആൾക്കാരുടെ അവയർനെസ് ഉള്ള സ്ഥലമാണ് സ്വീഡൻ. ഡെൻമാർക്കും ഫിൻലാൻഡൊക്കെ ആൾക്കാർക്കുള്ള അവയർനെസ് ഇപ്പോഴാണ് കുറേയും കൂടെ കഴിഞ്ഞുള്ള ഇത് കയറി വരുന്നത് ശരിക്കും. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ കുറേ കമ്പനികളുടെ കാര്യം പറഞ്ഞു. H&M ആണെങ്കിലും സ്പോട്ടിഫൈ ആണെങ്കിലും ഈ പറയുന്ന വോൾവോയോ ഐക്കിയോ ഒക്കെ ആണെങ്കിലും ഈ കമ്പനികളിലെല്ലാം അവർ തൊഴിലിനായിട്ട് ആൾക്കാരെ എടുക്കുമ്പം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സ്വീഡനിൽ വിദ്യാഭ്യാസം ചെയ്ത ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് തീർച്ചയായും ഒരു സ്വീഡിഷ് വിദ്യാഭ്യാസം ലഭിച്ച ആൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ ബിടെക് പോലെയുള്ള കോഴ്സുകൾക്ക്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വളരെ പ്രോമിനൻസ് ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് അവർക്കൊരു പ്രാധാന്യം കിട്ടുമോ? അതേ ഒരു ഇന്ത്യയിൽ പഠിച്ച ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കമ്പനികളിലേക്കുള്ള ഒരു സുഗമമായ കരിയർ സാധ്യമാണ്? വർക്ക് വിസ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. വർക്ക് വിസ ഇന്നത്തെ കാലത്ത് ഒരുപാട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫാമില് വിഷ്വൽ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ കുറേ കമൻറ്റുകളും ഉണ്ടായിരുന്നു, ഇവൻ ഏതോ വർക്ക് വിസ കൺസൾട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വർക്ക് വിസ ചെയ്യുന്നില്ല, ഒരു അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതല്ല, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പല രാജ്യങ്ങളും നല്ലതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ വർക്ക് വിസ എന്നുള്ളത് ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ഇപ്പോൾ സോഷ്യൽ വർക്ക്, നഴ്സിംഗ് പ്രോഗ്രാം, ട്രക്ക് ഡ്രൈവിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്, ഇങ്ങനത്തെയുള്ള ജോലികൾക്ക് കുറേയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം.
പക്ഷേ അതല്ലാതെയുള്ളൊരു വൈറ്റ് കോളർ ജോബിന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിന് കാരണം എല്ലാ ഭാഗത്തുനിന്നും രാജ്യങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ സ്റ്റഡി അബ്രോഡിന്, അത് 20കളിലും 30കളിലും ഒക്കെ വരുന്ന ആൾക്കാർ പുറത്തു പോയി പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഷോർട്ടേജ് നിലനിൽക്കുമ്പോഴല്ലേ വേറൊരു രാജ്യത്ത് നിന്ന് ഹയർ ചെയ്യുന്നത്. ഇവിടുന്ന് പോയ ആൾക്കാരെ ഇഷ്ടംപോലെ അവിടുത്തെ വിദ്യാഭ്യാസം നേടി അവിടെ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്തിനാണ് അവർ ഇങ്ങോട്ട് വരുന്നിരിക്കേണ്ട ആവശ്യമുള്ളത്? അപ്പോൾ വർക്ക് വിസ ഒരു വൈറ്റ് കോളർ ജോബിന് ഞാൻ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിഡ് ലെവൽ മാനേജർ 35 ഇയേഴ്സ് 40 ഇയേഴ്സ് ആയിട്ടുള്ള ചില സ്പെസിഫിക് ഏരിയയിലുള്ള എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഒരു ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ 20കളിലുള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഇന്നത്തെ കാലത്ത് വർക്ക് വിസ എന്ന് പറയുന്നത്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശങ്ക കുട്ടികൾ പറയുന്നത് അവിടെ ജനസാന്ദ്രത തീരെ കുറവാണല്ലോ, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടിയും കിടക്കയെടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അക്കോമഡേഷൻ, ചിലപ്പോൾ അഡ്മിഷനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ അക്കോമഡേഷൻ നോക്കേണ്ട ഒരു രാജ്യമാണെന്ന് പറയാറുണ്ട്. അത് നമ്മൾ സ്ഥലത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു വലിയ രാജ്യമാണത്, അതിന് ഒരുപാട് സ്ഥലങ്ങൾ ടൗൺഷിപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെൻമാർക്കിൽ നിന്ന് നേരെ ഒരു ടണൽ വഴിക്ക് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാൽമോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അത് നല്ല ടൗൺഷിപ്പാണ്. അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ ഫേസ് ചെയ്യില്ല. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മാറിപ്പോയി ഹാംസ്റ്റഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അവിടെ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് ടൈം കിട്ടാൻ പിള്ളേർ എടുത്ത് സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലമാണത്. അതേസമയം ലിങ്ക് ഷോപ്പിംഗ് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും, പക്ഷെ അത് നിൽക്കുന്ന ടൗൺഷിപ്പ് ചെറുതാണ്. അപ്പോൾ ജോങ് ഷോപ്പിംഗ്, ലിങ്ക് ഷോപ്പിംഗ്, ഹാംസ്റ്റഡ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഗോത്തൻബർഗ് ഇതൊക്കെ പ്രശ്നമാണ്. നേരെ മറിച്ച് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ മാൽമോ അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം അവിടെ നിന്ന് കയറി ഇപ്പോൾ ഉപ്സാല എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ഉള്ളത് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യണം സ്റ്റോക്ക്ഹോമിൽ നിന്ന്, ക്യാപിറ്റലിൽ നിന്ന്. പക്ഷേ പിള്ളേർ സ്റ്റോക്ക്ഹോമിൽ താമസിക്കുന്നുണ്ട്, വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ദിവസം 1 hour ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ക്യാപിറ്റൽ ഏരിയയും അതല്ലാണ്ടുള്ള മെയിൻ ടൗൺഷിപ്പുകൾ നോക്കിയെടുക്കുകയാണെങ്കിൽ പ്രശ്നം വരില്ല. എല്ലാ രാജ്യത്തിനും, നമ്മുടെ രാജ്യത്തിനും മറ്റേത് രാജ്യം എടുത്താലും നല്ല ഡെവലപ്ഡ് ടൗൺഷിപ്പും ചെറിയ ടൗൺഷിപ്പുകളും ഇല്ലേ? അത് യൂറോപ്പിലായതുകൊണ്ട് ഏത് രാജ്യത്ത് ഏത് ഏരിയയിൽ പോയാലും ഡെവലപ്ഡ് ആണെന്ന് അർത്ഥമൊന്നുമില്ല. അവിടുത്തെ ഔട്ട്സ്കേർട്സിലും ഈ പറഞ്ഞ ചെറിയ ടൗൺഷിപ്പുകളുണ്ട്, പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ടൗൺഷിപ്പും പ്രധാനമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്ന റീസൺ അതാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സമയവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്വീഡൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നിങ്ങൾക്ക് അൺലിമിറ്റഡ് പാർട്ട് ടൈം ഉണ്ട്, പക്ഷേ പഠനം മുടക്കിയൊന്നും പാർട്ട് ടൈം ചെയ്യാൻ ആരും പോകരുത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർക്ക് വിസ ഓപ്ഷനുണ്ട്. പിന്നെ നല്ല സുരക്ഷിതമായ മെച്ചപ്പെട്ട ഒരു ജീവിതശൈലി നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കി നല്ല സ്വീഡിഷ് യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചറിയുക. അടുത്ത ആഴ്ച മറ്റൊരു രാജ്യത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.